CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പഴുതടച്ച സുരക്ഷാ സംവിധാനത്തോടെ ട്രയൽ റൺ നടത്തി. ഞായറാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു ട്രയൽ റൺ. പ്രധാനമന്ത്രിയുടെ കുന്നംകുളം സന്ദർശനം. കുന്നംകുളത്ത് സുശക്തമായ സുരക്ഷയാണ് ഒരുക്കുന്നത്. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ കത്തിച്ചതായി പരാതി. കച്ചവട തെരുവുകളെ ആവേശത്തിലാഴ്ത്തി ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ. കാലങ്ങളായി എറണാകുളത്ത് കച്ചവടം നടത്തുന്ന ആയിരക്കണക്കിന് കുന്നംകുളത്തുകാരെ കാണാനും സൗഹൃദം പുതുക്കാനുമാണ് K രാധാകൃഷ്ണൻ എറണാകുളത്തെത്തിയത്. പട്ടാമ്പിയിൽ പട്ടാപ്പകൽ യുവതിയെ തീകൊളുത്തി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്ദേശവുമായി നാട് വിഷു ആഘോഷിച്ചു. വിഷുപ്പുലരിയിൽ കണ്ണനെ കാണാൻ വൻ ഭക്തജന തിരക്ക്. മേടപ്പുലരിയുടെ ദർശനപുണ്യം തേടി ആയിരങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയത്. പട്ടാമ്പിയിൽ ട്രെയിൻ തട്ടി 2 പേർ മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ പ്രദീപ് സർക്കാർ, ബിനോട്ടി റോയ് എന്നിവരാണ് മരിച്ചത്. പ്രസിദ്ധമായ കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് ആറാട്ടോടെ തുടക്കമായി. ഏപ്രിൽ 20-21 തീയതികളിലാണ് പൂരാഘോഷം. മലപ്പുറം പൊന്നാനിയിൽ അടച്ചിട്ട വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തി തുറന്ന് 350 പവനോളം സ്വർണം കവർന്നു. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിൽ പുതിയതായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയാലിസിസ് മെഷീനുകളുടെ ഉദ്ഘാടനം നടന്നു. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളാഘോഷം ഭക്തിസാന്ദ്രം. കുന്നംകുളം ശ്രീ ശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നവീകരണ സഹസ്രകലശത്തിനും ഉത്സവാഘോഷത്തിനും തുടക്കമായി. കടങ്ങോട് കൈക്കുളങ്ങര അമ്പലത്തിന് സമീപം അജ്ഞാതക്കാർ ബൈക്ക് യാത്രക്കാരനെയും കാൽനട യാത്രക്കാരനെയും ഇടിച്ച് നിർത്താതെ പോയി. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ 133-ാം ജന്മദിന സമ്മേളനം ദലിത് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം തേർമടം ഹാളിൽ നടന്നു. കാണികളുടെ മനം കവർന്ന് മേളപ്പൊലിമയുടെ ഫ്യൂഷൻ മ്യൂസിക് ഷോ. വിധവാ ക്ഷേമ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വിഷു റംസാൻ റിലീഫ് വിതരണം സംഘടിപ്പിച്ചു. പൊന്നേർകുളം സ്കിൽ ഗ്രൂപ്പ് ക്ലബ് അണ്ടത്തോടിന്റെ നേതൃത്വത്തിൽ വിഷു കിറ്റ് വിതരണം നടത്തി. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധരുടെ തിരുനാളിന്റെ ഭാഗമായി കൂടുതുറക്കൽ ശുശ്രൂഷയും തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചുവെക്കലും നടത്തി. അണ്ടത്തോട് കാറിടിച്ച് കാൽനട യാത്രികയ്ക്ക് പരിക്കേറ്റു. അണ്ടത്തോട് സ്വദേശിനി പറയംപറമ്പിൽ 88 വയസ്സുള്ള നഫീസയ്ക്കാണ് പരിക്കേറ്റത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.